എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതമാണ്. ഇപ്പോൾ ഉള്ളത് അജ്മീറിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സർവാറും അതേപോലെ താറകാടും എല്ലാം നോക്കിയിട്ടാണ് വന്നത്. ഇന്ന് ഞങ്ങൾ പോകേണ്ടത് അജ്മീറിലുള്ളെങ്കിൽ, അതായത് അജ്മീർ ആ ഒരു ദർഗത്തെ ഉൾഗത്തിലുള്ളെങ്കിൽ ഒരുപാട് കാഴ്ചയും കാര്യം നോക്കുകയായിട്ടാണ് പോയാണ്ടുള്ളത്. പ്രധാനപ്പെട്ട ഇണ്ട് ഞങ്ങൾ നോക്കുന്നത് എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ അജ്മീറിലുള്ളെങ്കിലത്തെ അക്ബർ പള്ളിയാണ്, അക്ബർ മസ്ജിദ് എന്ന് ചൊല്ലും. അപ്പോൾ അത് എന്തുകയായിട്ടാണ് കെട്ടിക്കൊടുത്തതും അതേപോലെ ആ പള്ളിയുടെ കാഴ്ചയും അതേപോലെ അജ്മീർ ചെമ്പുണ്ട് ഞങ്ങൾ കൊണ്ടുള്ളത് പോലെ അജ്മീറിൽ 2 വലിയ വലിയ ചെമ്പുണ്ട്. അതായത് ആ ഒരു ചെമ്പ് എന്തുകാണ് കൊടുത്തത്, ആരാണ് കൊടുത്തത്. അതേപോലെ അവിടെ ഒരു ഒള്ളു എടുക്കണമെങ്കിൽ ഒരു ഒള്ളു കാണാം. അതായത് ഒള്ളു എടുക്കണമെങ്കിൽ ഹൗള്, ആ ഹൗള് കെട്ടുവാട്ടിയത് ആരാണ്, അതൊക്കെ ചരിത്രമുള്ളെങ്കിൽ ഹൗളാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ഷക്കർ ബാബ റളിയല്ലാഹു അൻഹു അവർ മഖാമും ആണ് ഉണ്ട് ഞങ്ങൾ എന്താക്കണം നോക്കുക പോകേണ്ടത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഓൾറെഡി ദർഗത്തെ ഉൾഗാണ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നോക്കിയിട്ട് ദർഗത്ത് പൊണ്ടെങ്കിയത് ആ ഒരു കാഴ്ച കാര്യം അത് ജാവുകയാണ് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു സുബൈത്ത് ഒരു കാഴ്ചയാണ്. ഏകദേശം ഇപ്പോൾ ഒരു സുബൈ 6-6:30 ആ ഒരു ടൈമുകാണ് ഞങ്ങൾ ഇപ്പം എന്താക്കിയത് വന്നിട്ടുള്ളത്. സുബൈത്ത് കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഗൊന്തുള്ളത് പോലെ ഒരുപാട് ഗേറ്റും കാര്യം ഞങ്ങൾക്ക് എവിടെ ഉണ്ടോ ഈ ഒരു അജ്മീർ ദർഗത്തുൽക്ക് പറവ് സാധ്യതയുണ്ട്. അതിലുള്ളെങ്കിൽ ഒരു ഗേറ്റാണ്, ഗേറ്റ് നമ്പർ 5 ഈ കണ്ടത്. അജ്മീർ ദർഗത്തുൽക്ക് പോകണമെങ്കിൽ ഈ ഒരു വഴിയിലൂടെ പോലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാടും കാഴ്ചയും കാര്യം കണ്ടിട്ടും അതേപോലെ ഒരു റൗണ്ട് അടിച്ചിട്ടും പറവ് ഇത് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാവും. അപ്പോൾ സുബൈക്കുള്ളെങ്കിൽ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. കഴിഞ്ഞ ഞങ്ങൾ വീഡിയോയിലോ കേട്ടിട്ടിന്ന ദർഗത്തിൽ അവിടെ എനിക്ക് കവാലി നാം കേട്ടിരുന്ന അതേപോലത്തെ കവാലിയാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടുള്ളത്. അപ്പോൾ സുബൈത്തെ ഒരു നേരത്തില് അജ്മീറിന്റെ ആ ഒരു ഭംഗി, ആ ഒരു കൊമ്പത്തെ ഒരു ഭംഗി കാണുമ്പോൾ ഭയങ്കര ചന്താണ്. അതായത് സൂര്യ ഉദിച്ചുകൊണ്ട് പണ്ട് സന്ദർഭത്തില് ആ ഒരു ഇതൊക്കെ മേൽ കണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ വെളിച്ചടിക്കുമ്പോൾ ആ ഒരു ഗോൾഡ് കളറിൽ ഭംഗി കളറും കാണാൻ നല്ല സുന്ദരമാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടുള്ളത് കവാലിയാണ് ആയോണ്ടുള്ളത്. അജ്മീർ ബന്ധം ഞങ്ങൾ ജാസ്തി കണ്ടെങ്കത്താണെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു പൂവ്, ഈ പൂവ് എടുത്തിട്ടാണ് ദർഗത്തുൽക്ക് ഇടല്. പക്ഷെ ഇത് കുറച്ച് ചരിത്രം കൂടിയുണ്ട്. പണ്ട് ഒരാൾ അജ്മീർ ഹോജർ മുട്ട വന്നിട്ട് ഞങ്ങൾക്ക്, അതായത് ഒരു പാവപ്പെട്ട ഒരാൾ എനിക്ക് പൈസ കാര്യമൊന്നും ഇല്ല എന്ന് ചൊന്ന സന്ദർഭത്തിലാണ് അജ്മീർ ഹോജ ചൊന്നത്, നീ എന്താക്ക് പൂവ് എന്താക്ക് നീ ബിക്കിട്ടാണ് ചൊന്നത്. അതായത് പൂവ് കൃഷിയാക്കിയിട്ട് അത് ബിക്ക് തുടങ്ങട്ടെ. അങ്ങനെയാണ് ആളെന്താക്കിയത് പൂവും വിത്തിട്ട് കൃഷിയാക്കി തുടങ്ങിയിട്ട് അങ്ങനെ അദ്ദേഹത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു പൂടെ ഉള്ള ഒരു ചരിത്രം ഉള്ളത്. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ നോക്കിയിരുന്ന ബാബു ജന്ന, ഈ ഒരു ഇതാണ് ബാബുൽ ജന്ന ഉള്ളത്. അതേപോലെ അതിലെ മുട്ടന അത് ഹബീബുല്ലാ മതഫി ഹബില്ലാണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചരിത്രം കാര്യം ചൊന്നുതരാം ഗൊന്തില്ലത് ആ ഒരു വീഡിയോ പോയിട്ട് നോക്കി കൊണ്ടാവും. അതേപോലെ ഞങ്ങൾ പിന്നെ പോയി കണ്ടെങ്കാണ് കഴിഞ്ഞ വീഡിയോയിലുള്ള ഈ ഭാഗത്തിലുള്ള ചരിത്രം കാര്യം ഞാൻ ചൊന്നിട്ടിന്നെ. ഇതാണ് പള്ളി. അതേപോലെ ഇതൊരു ചില്ലാണ്. ബഹുമാനപ്പെട്ട ഗഞ്ച ഷക്കർ റളിയല്ലാഹു അൻഹു, ബാബ ഫരീദുദ്ദീൻ ഗഞ്ച ഷക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചില്ലാണ് അവിടെ എതിർ കണ്ടത്. അതേപോലെ ഇത് ഞങ്ങളെ ബഹുമാനപ്പെട്ട ഖാജ അവരുടെ പിന്നയുടെ ആ ഒരു മക്ബറും കാര്യമാണ് ഞങ്ങൾ ആ ഒരു ബൽത്തി സൈഡിൽ കണ്ടത്. അതേപോലെ ഞങ്ങൾ എതിർ കണ്ടെങ്കിലത്തെ ഒരു ഒരു ഹൗളാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടുള്ളത്. ഈ ഹൗലുക ഒരു എന്തുണ്ട് ചരിത്രമുണ്ട്. അതായത് 1900 ഡിസംബർ 12 ബ്രിട്ടീഷ് റാണിയായിട്ട് ഇന്നെങ്കിലത്തെ അതായത് ക്വീൻ മേരിയാണ് ഇവിടെ അജ്മീർ സന്ദർശിക്കുക ബന്ധ സന്ദർഭത്തിൽ ആ ക്വീൻ ആ റാണിയാണ് എന്താക്കിയത് ഈ ഒരു ഹൗള് എന്താക്കിയതാണ് കെട്ടുവാട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് എന്തൊക്കെയായിട്ടാണ് ഉള്ളൊടുക്കും സൗകര്യമാകുമ്പോഴായിട്ടാണ് ഒരു ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഇത് കെട്ടിക്കൊടുത്തത്. അതേപോലെ അജ്മീറിൽ ബന്ധങ്ങൾ മൈന് ഞങ്ങൾക്ക് കാണുകയില്ലെങ്കിലാണ് ഒരു ചെമ്പാണ് ഈ കണ്ടത്, വലിയൊരു ചെമ്പാണ് ഇത്. ഈ ചെമ്പ് കൊടുത്തത് ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. 1567 ഇത് ഈ ഈ ഒരു ദർഗത്ത് പിന്നെ ഈ ഒരു ചെമ്പ് കൊടുക്കുന്നത്. ഏകദേശം 4800 കിലോ ഭക്ഷണം ഇതിൽ നമുക്ക് ആഹാരത്തിൽ ഉണ്ടാക്കാം. ഇത് കൊടുക്കാനുള്ള കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്തൂർഗാഡ് യുദ്ധത്തില് അക്ബർ വിന്നായ സന്ദർഭത്തിൽ ആ ഒരു ഇതൊക്കെ ബേനായിട്ടാണ് എന്താക്കിയത് ഈ ഒരു ചൊമ്പ് കൊടുത്തത്. അതായത് 1567 ഈ ഒരു ചൊമ്പ് കൊടുത്തത്. ആ ഒരു യുദ്ധത്തിൽ വിന്നായതുക്ക് ബേനായിട്ടും അതേപോലെ അത് കുറേ നന്ദി സൂചകമായിട്ടാണ് ഈ ഒരു ചൊമ്പ് കൊടുത്തത്.
അപ്പോൾ അതേപോലെ ഈ ഒരു ചുമ്പറ് നേരെ എതിരായിട്ട് അപ്പൊ ഈ ഒരു ചുമ്പിലാണ് ലങ്കർ കഞ്ഞി ഞങ്ങളോട്, അതായത് അജ്മീറിൽ ഫേമസ് ആയ ഒരു കഞ്ഞിയാണ് ലങ്കർ കഞ്ഞി ചൊല്ലത്. അപ്പോൾ ഇതിൽ സാധാരണ ആക്കൽ കൊറോഡിൻ്റെ ഒക്കെ കണ്ട് അപ്പോൾ നേരിട്ടുള്ള ജാസ്തി ഉള്ളത് അതിന് നേരെ എതിരെ പിന്നൊരു എന്തുണ്ട് ചൊമ്പുണ്ട്. ആ ചൊമ്പിലാണ് സാധാരണ എന്താക്കൽ ആക്കരുത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് പിന്നൊന്നുള്ളതാണ് ഈ കണ്ടതാണ് പോയിന്റ് ഉള്ളത്. പിന്നെ ഒരു ചെറിയ എന്താണ് ചൊമ്പാണ്. ഈ ചൊമ്പ് ജഹാംഗീർ ചൊമ്പുണ്ടാണ് ചൊല്ലുന്നത്. അതായത് ജഹാംഗീർ രാജാവാണ് ഈ ഒരു ചൊമ്പ് എന്താക്കിയത് കൊടുത്തത്. അപ്പോ ഇത് ചെറിയ എന്തായിട്ടിക്കറ് ചൊമ്പായിട്ടിക്കറ് ഇത് 1613 എന്താക്കിയത് കൊടുത്തത്. ഇത് 2400 കിലോ ഭക്ഷണം എന്താക്കുക ഇതിൽ ഉണ്ടാക്കാണ്ടാണ് കൊടുത്തത്. അപ്പോ ഇത് എന്തൊക്കെ പേരായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബാപ്പായങ്കത്തെ അക്ബർ ചക്രവർത്തി ആ ഒരു വലിയൊരു ചൊമ്പ് കൊടുത്തേക്കുമ്പോഴായിട്ട് മോനായ ജഹാംഗീർ രാജാവ് എന്താക്കിയതാണ് ഈ ഒരു ചൊമ്പ് കൊടുത്തതാണ്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കാര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിട്ട് ആ ഒരു ചൊമ്പ് എന്താക്കിയത് കൊടുത്തത്. അപ്പോ സർവ്വസാധാരണയായിട്ട് ഇതിൽ എന്താക്കലാണ് ലങ്കർ കഞ്ഞാണ് ഉണ്ടാക്കല്. യഥാർത്ഥത്തിലുള്ളെങ്കിൽ ലങ്കർ കഞ്ഞി, അതായത് ഖാജ ഇക്കരെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ഇടങ്കാര്യം ഉണ്ട്. അത് ഒരു ജാഗയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ജാഗയിൽ എന്താ വെച്ചാൽ ജണ്ട് കഞ്ഞും കാര്യം ആക്കി കൊടുക്കുന്നതാണ് നമുക്കാണെങ്കിൽ ഈ വലിയ ജണ്ട് ചുമ്പാണ്. ഇനി അത് കഴിഞ്ഞ് നേരെ എതിർ വന്നിട്ട് കണ്ടെങ്കാണ് ഈ ഒരു കാണേണ്ട സ്റ്റെപ്പ് കാണില്ല. ഇതിലോട് കൂടി ഞങ്ങൾ പോയേണ്ട കണ്ടെങ്കിൽ ഉല്ലംഘിത്ത ഒരു പള്ളിയാണ് ഇത്, അക്ബർ പള്ളി ചൊല്ലുന്നത്. ഇതിക്ക് ചൊല്ലിയ പേരാണ് അക്ബർ മസ്ജിദ് എന്ന് ചൊല്ലത്. എന്തൊക്കെ പേനായിട്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയത് ചൊല്ലുന്നുണ്ട് കണ്ടെങ്കിൽ, ഈ അക്ബർ രാജാവ് എന്തില്ലെന്ന് മക്ക ഇല്ലെന്ന്, അതായത് മക്ക ആയോണ്ടിരുന്നെങ്കിൽ മക്ക ചെറിയതിൽ മരിച്ചോണ്ടിരുന്നാറ്. അപ്പോൾ ഒരു ഇന്നത്തെ അധികാര ആക്കുക ബേനായിട്ട് എന്തില്ലെന്ന് ഒരു ആൺകുട്ടി ഇല്ലാണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അജ്മീർക്ക് എന്താക്കരുത് ഈ അക്ബർ ഇവിടെ ബണ്ടത് അജ്മീർക്ക് ബണ്ടതാണ്. അങ്ങനെ അജ്മീർക്ക് ബന്നു ചൊന്നെങ്കിൽ കാലിലാണ് ബന്നുകൊണ്ടും സിയാറത്താക്കിക്കൊണ്ടാണ് ഇന്നത്. അങ്ങനെ വന്നിട്ട് ഇവിടെ എന്താക്കിയിട്ട് സിയാറത്താക്കിയിട്ട് പോയാൽ പിന്നെയാണ് എന്താ അവിടത് ജോധാബായി എന്താ അവിടെ കർപ്പുഞ്ച അവിടത്. അങ്ങനെയാണ് സലീം രാജാവ്, അതായത് ഞങ്ങൾ ചൊല്ലതുപോലെ ജഹാംഗീർ രാജാവിടെ എന്താ അവിടെതാണ് പെറതാണ്. അങ്ങനെ ഈ ഒരു ജഹാംഗീർ രാജാവ് പെറ്റത് കൊണ്ടിട്ടും, അതായത് ഈ അവർ കിടാവ് ജനിച്ചത് കൊണ്ടിട്ട് ആ ഒരു അതായത് നേർച്ച വെച്ചതല്ലേ, അങ്ങനെ നേർച്ച വെച്ചത് കൊണ്ടിട്ടും അതേപോലെ ആ ഒരു കിടാവ് പെറ്റത് കൊണ്ടിട്ടാണ് ഈ ഒരു പള്ളി എന്താക്കി നിർമ്മിച്ചത്. ഈ പള്ളിയുടെ പേരാണ് അക്ബർ മസ്ജിദ് എന്നാണ് ഇത് ചൊല്ലത്. അതേപോലെ ഈ ഒരു പള്ളിയിലായിട്ട് ഇത് പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു മദ്രസം കാര്യം നടന്നോ ഇന്നത് ഈ ഒരു പള്ളിയുടെ മുട്ടത്തിലാണ് എന്തായാലും മദ്രസാണ് മുന്നോട്ട് ഇന്നത്. അപ്പൊ ആ ഒരു പള്ളിയും ആ ഒരു കാഴ്ചയാണുള്ളത്. ഇത് മാർബിളും കൊണ്ടിട്ടും അതേപോലെ സാധാരണ കല്ലും കൊണ്ടിട്ടും അതേപോലെ കീല് ഫുൾ എന്താണ് മാർബിൾ ആണ് ഉള്ളത്. വലിയൊരു നിർമ്മിതിയാണ് ഈ ഒരു പള്ളി ചൊല്ലത്. ഞങ്ങൾ കണ്ടതുപോലെ എന്തുമല്ല, അതൊരു മുട്ട പോയിട്ട് നോക്കും ഭയങ്കര വലിയ നിർമ്മിതിയാണ് ഈ ഒരു പള്ളി ചൊല്ലത്. സ്വാഭാവികം മുഗൾ ചക്രവർത്തിമാരെ കെട്ടിയെങ്കിൽ പല ബിൽഡിങ്ങും പല രീതിയിലും അത് ഭയങ്കര ഹൈറ്റും കാര്യമാണുള്ളത്. അപ്പോൾ അജ്മീറിൽ ബന്ധം കണ്ടെങ്കിൽ നോക്കേണ്ട ഒരു പള്ളിയും കൂടിയായിട്ട് കറിയത് ഈ ഒരു അക്ബർ മസ്ജിദ് ചൊല്ലത്. ശരിയാണ്, ആ ഒരു ലങ്കർ കഞ്ഞിരെ ചുമ്പ് കണ്ടില്ല, അതിന് നേരെ എതിർ ബന്ധമുണ്ടെങ്കിൽ ഈ ഒരു പള്ളി നമുക്ക് കാണാൻ സാധ്യമാണ്. അതേപോലെ ഈ ഒരു പള്ളിയിലായിട്ട് പണ്ട് കാലഘട്ടത്തിൽ മദ്രസം ആയിട്ട് ഇന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ ഒരു ആ ഒരു മദ്രസ അവിടെ കിതാബും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ മദ്രസം കാര്യം ഉണ്ടായില്ലെന്ന് കൊന്നില്ല. അപ്പൊ ഇതാണ് ഞങ്ങൾ ഈ ഒരു അക്ബർ പള്ളിയുടെ ഒരു കാഴ്ച ചൊല്ലത്. ഇനി ഞങ്ങൾ പോയത് അജ്മീറിൽ നിന്നിട്ട് പിന്നെ ഒരു വലിയൊരു എന്താ കറാമത്ത് നടന്നെങ്കിത്തെ അല്ലെങ്കിൽ വലിയൊരു കറാമത്ത് നടക്കണമെങ്കിത്തെ ഒരു മഹാന്റെ മുട്ടത്ത് കാണാൻ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത്. ആ മഹാന്റെ പേര് എന്താ ചൊന്നേണ്ട കണ്ണ് ഹസ്രത്ത് ഖാജ ഹാജി ഹാഫിസ് ഷംസുദ്ദീൻ ജിസ്തി റളിയല്ലാഹു അൻഹു കൊണ്ടാണ് പേര്. അദ്ദേഹത്തെ വിളിക്കുന്നത് ചൊന്നെങ്കിൽ ഷക്കർ ബാബ റളിയല്ലാഹു അൻഹു കൊണ്ടാണ് വിളിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ, അതായത് ഈ ഒരു പോണ്ട മക്ബറ ചൊല്ലത് ഞങ്ങള് ഏതാണ് ഷാജഹാൻ പള്ളിയുടെ ഒത്തിലുള്ള ഈ ഒരു റൂട്ടിലൂടെ പോയെങ്കാണ് ആ ഒരു മക്ബറ ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്താണ് ബഹുമാനപ്പെട്ടവർ പ്രത്യേകത ചൊന്നേണ്ട കണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ടവർ ജീവിച്ചത് എവിടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നതല്ല, ഞങ്ങൾ ഡൽഹിയിലാണ് ജീവിച്ചിരുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരട്ടെ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജട്ട് ഇക്കുകയും അജ്മീർ ഖാജർ ആ ഒരു മുട്ട വന്നിട്ട് അവിടെ എന്താണ് മരമാടനുണ്ടോ, അതായത് മരിച്ചെന്ന് കണ്ടെങ്കിൽ വഫാത്താൻ കണ്ടെങ്കിൽ ഈ ഒരു അജ്മീർ ഖാജർ ആ ഒരു ദർബാർ ഉൽഗമേ ആ ഒരു മുട്ട വേണ്ട എന്താക്കണം നടക്കണം എന്നുള്ള ആശയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇന്നത് ഷക്കർ ബാബ റളിയല്ലാഹു അൻഹു. അതേപോലെ ഈ ഷക്കർ ബാബ തന്റെ ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും ആരെങ്കിലും പരിഹാരമായിട്ട് ബന്ധം കണ്ടെങ്കിൽ മധുരം കൊടുത്തിട്ട്, അതായത് പഞ്ചസാര കൊടുത്തിട്ട് പന്തര കൊടുത്തിട്ടാണ് അങ്ങനെ രോഗ ഷിഫാക്കിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഈ ഒരു ജാഗസുള്ളത് ആരാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഹാജരെ ആ ഒരു ബന്ധുക്കൾക്ക്, അതായത് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇവിടെ എന്താ ഖബർ അടക്കിയോണ്ട് ഇന്നത് ആ ഒരു ജാഗയാണ്. അതായത് ബഹുമാനപ്പെട്ടവരെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഖബറും കാര്യം ഇവിടെ ഉള്ളത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ മയ്യത്തിൽ എന്താക്കിയാറ് ഈ ഒരു അജ്മീറിൽ അടക്കൊണ്ട് ആഗ്രഹിത്തില്ല. അങ്ങനെ അജ്മീർ എടുത്തോണ്ട് വന്നത്. അങ്ങനെ അജ്മീറിൽ ഇവിടെ ഒരു ഡൽഹി ഗേറ്റ് ചൊല്ലിട്ട് ഒരു ജാഗയുണ്ട് അജ്മീറിൽ. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിലാണ് കാട്ടുക. ഡൽഹി ഗേറ്റ് ചൊല്ലത് അവിടേക്ക് മയ്യത്ത് എടുത്ത് വന്ന സന്ദർഭത്തിൽ അവിടുന്ന് പോലീസും ആൾമാർ ചൊന്നാറ് ഉടകി എടുത്ത് പോകണമെങ്കിൽ തീരെ ചൊന്നു. ഇവിടെ ഹാജരെ ആൾക്കാർ മാത്രമാണ്, അങ്ങനെ മയ്യത്ത് മാത്രമാണ് ഇവിടെ അടക്കലുള്ളത്. അത് വേറെ പുറത്തുള്ള ആൾക്കാർ അടക്കലില്ലാണ്ടാണ് ചൊന്നത്. അങ്ങനെ ഇക്കടെ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ടവർ ആ ഒരു മയ്യത്ത് കട്ടിൽ നിന്ന് എഴിച്ചിട്ട് എന്താക്കിയതാണ്, മരിച്ച ആൾക്കാരല്ലേ നിങ്ങൾക്ക് എന്താക്കുക അടക്കലുള്ളേ, അതായത് നേരിട്ട് ജീവിച്ചുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്താക്കുമല്ലേ, അതായത് നിങ്ങൾ ജീവിച്ചുള്ള ആൾക്കാരെ നിങ്ങൾ അടക്കോ തീരാണ്ട് ഒന്നും ഇല്ലല്ലേ. അങ്ങനെ സ്വന്തം ആ ഒരു മയ്യത്ത് അവിടെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ ഈ ഒരു ജാഗിൽ വന്നിട്ട് ജണ്ടമത്തെ കിടന്നിട്ടാണ് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ആ ഒരു മയ്യത്ത് കൂടെയാണ് എന്താക്കിയത് അടക്കിയത്. അപ്പോൾ അതാണ് ആ ഒരു ഷക്കർ ബാബ റളിയല്ലാഹു അത് ഹയാത്തുൽ ഔലിയാണ്ടാണ് ചൊല്ലത്. ബഹുമാനപ്പെട്ടവർ ആ ഒരു മക്ബറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതായത് പന്തരാണ് ഇവിടെ എന്തുള്ളത് ബഹുമാനപ്പെട്ടവർ ഇതായിട്ട് കൊടുക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട മക്ബറ 4 സൈഡിലും എന്നും പന്തരയ്ക്കും. ഈ ഒരു പന്തര എന്താക്കലാണ് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് എന്നും ശമനം കിട്ടും. തേന് നക്കി കുടിക്കുന്ന പോലെയാണ് ഈ പന്തരണങ്ങ എന്താക്കണം കയ്യിലിട്ടിട്ട് നക്കിയിട്ടാണ് തിന്നണായത്. അപ്പോൾ ഇതാണ് ബഹുമാന ഷക്കർ ബാബ റളിയല്ലാഹുവിന്റെ മക്ബറ ചൊല്ലത്. അപ്പോൾ ഇത്രയായിട്ട് ഇണ്ടത്തെ ഒരു വീഡിയോ ചൊല്ലത് ബണ്ട നാളെ പുതിയ ജാഗയായിട്ട് പുതിയ ചരിത്രമായിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.